എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ്. എല്ലാവരും ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞ് അവരവരുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ വീഡിയോസ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ പറമ്പ് ടൂറാണെന്ന് വെച്ചാൽ ഇവിടുത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ജോലികളാണ്. വന്ന് കയറുന്ന സ്ഥലത്ത് ഒരു പുളിമരം ഉണ്ടായിരുന്നു. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഇല്ല, അത് മുറിച്ച് മാറ്റി. കാരണം അതിൻ്റെ ശിഖരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളർന്ന് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് കരുതി വീട്ടിൽ ഇവിടെ എല്ലാം നിറയെ കാടായിരുന്നു. ഞാനതെല്ലാം പിഴുത് ഇപ്പോൾ ഒരുവിധം കാടുകൾ കുറച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ ജോലിക്കാരെ വിളിക്കുമ്പോൾ അവരെല്ലാം വളരെ ബിസി ആയിരിക്കും. അത് കാരണം ഞാൻ ഓരോ ദിവസവും ഓരോ അവധിക്കും വീട്ടിൽ നിന്ന് കുറേശ്ശെ പിഴുത് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം പിഴുത് ദാണ്ട ഈ തെങ്ങിൻ്റെ ചുവട്ടിലിടുകയാണ്. തെങ്ങിൻ ചുവട്ടിലും വാഴ ചുവട്ടിലും ഇട്ടാൽ ഇത് നല്ല വളമാണ്. ഇപ്പോൾ പുതിയതായിട്ട് 2 വാഴത്തൈകൾ ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. കണ്ടാ കൂട്ടുകാരെ, ഇത് റോബസ്റ്റയാണ്. ഇത് വളരുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ വേറൊരെണ്ണം കൊണ്ട് നട്ടത് ചുവന്ന വാഴയാണ്. ചുവന്ന പഴം അതിൻ്റെതാണ്. അതിൻ്റെ ചുവട്ടിൽ ഈ വാഴയുടെയൊക്കെ വളം എന്താണെന്ന് കണ്ടോ കൂട്ടുകാരെ? ഈ പറമ്പിലെ പുല്ലുകളാണ്. പച്ചില വളവും ചാണകവുമാണ് വാഴകളുടെ പ്രധാന വളമെന്ന് പറയുന്നത്. വീട്ടിലെ പറമ്പിലെ പുല്ലെല്ലാം പുഴുത് ഇതിൻ്റെ ചുവട്ടിലിടുകയാണെങ്കിൽ ഇതെല്ലാം നല്ല തഴച്ച് വളരും. ഞാൻ ഇവിടെ ഇരുന്ന് ഈ പുല്ലെല്ലാം ഇന്ന് പുഴുത് വൃത്തിയാക്കുകയാണ്. ഈ കരിയിലെല്ലാം വൈകുന്നേരം ആകുമ്പം കത്തിക്കണം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ മുല്ലയും പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ, പച്ചക്കറികളും, പിന്നെ അതുപോലെ തന്നെ ഈ മുന്തിരി. ഞാനിപ്പോൾ ഈ അടുത്ത ഒരു സമയത്ത് ഒരു വീട്ടിൽ പോയപ്പോൾ കണ്ടു, മുന്തിരി കുലകളായിട്ട് അവിടെ പടർന്ന് പന്തലിച്ച് വളർത്തിയിട്ടിരിക്കുന്നു. അതിൻ്റെ ഒരു വീഡിയോ അന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ വന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു മുന്തിരി നട്ടാൽ എന്തെന്ന്. ഈ മുന്തിരി തൈയും ഈ നിത്യവഴുതന തൈയും ഞാൻ ഒരേ ദിവസം കൊണ്ടുവന്ന് നട്ടതാണ്. പക്ഷേ രണ്ടിൻ്റെയും ഗ്രോത്ത് നോക്കിയാണ് കൂട്ടുകാരെ, ഈ നിത്യവഴുതന വളർന്ന് പടർന്ന് ഈ മരത്തിൻ്റെ മുകളറ്റം പറ്റി കണ്ട. എന്നാൽ ഈ മുന്തിരി അതുപോലെ തന്നെയാണ്. അതിന് വലിയ ഗ്രോത്തൊന്നും കാണുന്നില്ല. നമ്മുടെ വളർത്തൽ അത്ര അതിന് പറ്റിയതല്ലെന്ന് തോന്നുന്നു. ആ നഴ്സറിയിലെ പയ്യൻ ഈ മുന്തിരി തൈ തന്നിട്ട് പറഞ്ഞത് മീൻ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് വളരുമെന്നാണ്. ഞാനത് ചെയ്യുന്നുണ്ട്, വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ എല്ലാം ഞാൻ പിഴുത് ഇത്രയും വൃത്തിയാക്കിയാണ്. ഇവിടെ എല്ലാം കരിയിലയാണ്. കാരണം ഈ പറമ്പ് മുഴുവനും മരങ്ങളാണ്. ഒരു റിസോർട്ടിൻ്റെ പ്രതീതിയാണ്. ഈ പുളിമരം മുറിച്ചപ്പോൾ ഒരല്പം കാറ്റ് കുറഞ്ഞു. വന്ന് കയറുമ്പോഴുള്ള തണൽ അല്പം കുറഞ്ഞു. എങ്കിലും അതിന് പകരമായിട്ട് അവിടെ വേറെ പ്ലാവും മരങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. ആവശ്യമായിട്ടുള്ള കാറ്റും എല്ലാം കിട്ടും. ഇപ്പോൾ തന്നെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം പരിസരം മുഴുവനും മരങ്ങളാണ് കൂട്ടുകാരെ. ഒരു റിസോർട്ടിൻ്റെ പ്രതീതിയാണ്. മാവും പ്ലാവും ബാക്കിയുള്ള എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ട്. ഈ ചുള്ളി എല്ലാം ഈ മുറിച്ച പുളിയുടേതാണ്. ഇതെല്ലാം ആരെങ്കിലും ആവശ്യക്കാർ വന്നാൽ അവർക്ക് തീയരിക്കാനായിട്ട് കൊടുക്കും. വിറകടുപ്പിൽ വയ്ക്കുന്നവർക്ക് ഇത് വളരെ ഉപയോഗം ഉള്ളതാണ്. ഞാനും ഇടയ്ക്കെല്ലാം അടുപ്പിൽ വേവിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. മുമ്പൊരിക്കൽ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പം തീ കത്തിയത് കാരണം ഞാൻ പിന്നീട് ഇപ്പോൾ അത് മതിയാക്കിയതാണ്. തീ അടുപ്പിൽ ഇപ്പോൾ അങ്ങനെ കത്തിക്കാറില്ല, ഗ്യാസ് അടുപ്പിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചുള്ളികളെല്ലാം ഇത് ഉണങ്ങുമ്പോൾ ഞാൻ തന്നെ മിക്കവാറും ഉപയോഗിക്കും. ഇവിടെ എല്ലാം പെരുങ്കാടായിരുന്നു. ഒരു വശം ഒരു സൈഡിൻ്റെ കുറേ ഭാഗം മൊത്തം ഞാൻ വൃത്തിയാക്കി. ഇത്രയുമായി വന്ന് കയറുന്ന വഴിയെല്ലാം കാടൊക്കെ ഇത്രയും കുറഞ്ഞു. ഇനി വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം കത്തിക്കണം. പുല്ല് ഞാൻ ഇങ്ങനെ പുഴുത് തീർന്നിട്ടില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ പിഴുത് ഇങ്ങനെ വരികയാണ്.
ഒരു സൈഡിൽ കുറേ ചീരകളും എല്ലാം ഉണ്ട്. അവയെല്ലാം അവിടെ നിർത്തിക്കൊണ്ട് ആണ് ഇവിടെ എല്ലാം പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്നത്. കരിയിലയും ഇഷ്ടം പോലെ ഉണ്ട്. ഈ മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ പിഴുത് കണ്ട് ഇവിടെ ഇരുന്ന് പിഴുത് ഇത്രയും വരെ ആയി കൂട്ടുകാരെ. കൊതുക് ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് തൊട്ട് പിഴുത് തുടങ്ങിയാൽ ഇനി 2 ആഴ്ചയിൽ കൂടുതലുണ്ട്. അപ്പോഴേക്കും ഇവിടെ എല്ലാം നീറ്റാകും. പണിക്കാരെ വിളിച്ചാൽ അവർ പറയും അവരൊക്കെല്ലാം വർക്കുണ്ട്, ഇപ്പം പറ്റില്ല, പിന്നീടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാകും. അത് കാരണം ഇതൊക്കെ ഞാൻ തന്നെ ഇപ്പോൾ ചെയ്യുകയാണ്. കണ്ടാ കൂട്ടുകാരെ, ഇന്നത്തെ പണിയാണ്. ഇവിടെ ഒരു തെങ്ങും തൈ നട്ട് അത് വാഴയുടെ ഇടയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് അത്ര വളർച്ച കുറഞ്ഞു നിൽക്കുകയാണ്. ഇത്രയും എല്ലാം പുല്ല് പറിച്ച് ഇത്രയും എല്ലാം ഒരു സൈഡ് കംപ്ലീറ്റ്. കരിയില ഇനി തൂത്ത് തീയിടണം വൈകുന്നേരം ആകുമ്പം. പുല്ലെല്ലാം പുഴുതുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടത് സൈഡിലോട്ട് നോക്കിയപ്പം കണ്ട കൂട്ടുകാരെ, ഞാൻ നഴ്സറിയിൽ നിന്ന് മുമ്പ് വാങ്ങിക്കൊണ്ട് വന്ന് നട്ട ഒരു മുരിങ്ങയാണ്. വളർന്ന് കുറേ പിടിക്കുകയെല്ലാം ചെയ്ത്, പക്ഷേ ഏത് മഴ വന്നാലും അതിൻ്റെ ഫുള്ളങ്ങ് ഒടിഞ്ഞങ്ങ് വീഴും. ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങക്ക. അതിനകത്ത് കാച്ചിലെല്ലാം പടർന്ന് കിടന്നത് വലിയ മല പോലെ കിടക്കുന്നു. അതെല്ലാം ഒടിഞ്ഞെല്ലാം കുടിഞ്ഞ് വീണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഴജി ജന്തുക്കൾ കയറി ഇരുന്നാൽ പോലും അറിയത്തില്ല. അത്രയ്ക്ക് ഇടതൂർന്നങ്ങ് കിടക്കുന്നു. അത് ഒടിഞ്ഞിങ്ങനെ കിടക്കുക. ഇനി ഇത് വെട്ടി മാറ്റിയെങ്കിലേ പറ്റൂ. അതിപ്പോൾ എന്നെക്കൊണ്ട് നടക്കില്ല. കണ്ടാ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ.